കരൂരിൽ ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന്റെ വാർത്ത രാവിലെ 24 പുറത്തുവിട്ടു. കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയെ കൊന്നു കുഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തെന്ന് കരുനാഗപ്പള്ളി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. പ്രതി ജയചന്ദ്രൻ ഇപ്പോൾ കരുനാഗപ്പള്ളി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കട്ടിംഗ് പ്ലെയർ കൊണ്ടാണ് അവരുടെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. വിജയലക്ഷ്മിയെ കഴിഞ്ഞ 6-ാം തീയതി മുതൽ കാണാനില്ലായിരുന്നു. 7-ാം തീയതിയാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. കൂടുതൽ തെളിവുകൾ പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ചാൽ മാത്രമേ ലഭിക്കൂ. അരുൺരാജ് ഈ വാർത്ത പുറത്തുവിട്ട് ഞങ്ങളുടെ കൊല്ലം റിപ്പോർട്ടർ തത്സമയം ചേരുകയാണ്. അരുൺരാജ്, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്തായാലും ഈ കൊലപാതകം സംബന്ധിച്ച് ഇനി ഔദ്യോഗികമായി പോലീസിൻ്റെതായ ഒരു വെർഷൻ കൂടിയാണ് വരാനുള്ളത്. എന്ത് തന്നെയായാലും പോലീസ് ഇക്കാര്യത്തിൽ പൂർണ്ണമായും തെളിവുകളുടെ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള നീക്കം നടത്തുന്നത്. അല്പസമയത്തിനകം തന്നെ പോലീസ് എത്തും എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ PCR ഒരുപക്ഷെ ഈ വിജയലക്ഷ്മിയുടെ ബന്ധുക്കൾ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിന് വിവരങ്ങൾ ഇപ്പോൾ നമ്മുടെ PCR ഒരുപക്ഷെ അത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. ആ പരാതിക്കാരി ഈ വിജയലക്ഷ്മിയുടെ സഹോദരി ഗീത അടക്കമുള്ളവർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഈ പ്രതികരണങ്ങളിൽ കൂടി കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരും. അവരുടെ മൊഴിയാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. കാരണം വിജയലക്ഷ്മിയെ തുടർച്ചയായി വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇതേ തുടർന്ന് ഉണ്ടായ സംശയം, ആ സംശയമാണ് 13-ാം തീയതി ഈ പരാതി നൽകാനടക്കം കരുനാഗപ്പള്ളി പോലീസിനെ പ്രേരിപ്പിക്കുകയടക്കം മുമ്പിലേക്ക് കൊണ്ടുവന്നത്. ഈ കരുനാഗപ്പള്ളി പോലീസ് ഈ പരാതി ലഭിച്ചതിന് തൊട്ട് പിന്നാലെ ഇതിലൊരു പ്രാഥമികമായ അന്വേഷണം നടത്തി. വിജയലക്ഷ്മി ഈ ഒരുപാട് സൗഹൃദങ്ങളുള്ള ആളാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ഈ സൗഹൃദങ്ങൾ ഇടയിൽപ്പെട്ട് മറ്റെവിടേക്കെങ്കിലും പോയതാണോ എന്ന കാര്യങ്ങളാണ് ആദ്യം പരിശോധിച്ചത്. ഒടുവിൽ അല്ല എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ സൗഹൃദങ്ങളുടെ ഒരു പട്ടിക പോലീസ് ചുരുക്കുന്നത്. ഈ പട്ടിക ചുരുക്കിയ ഘട്ടത്തിലാണ് ചില സംശയങ്ങൾ, അത് ഫോൺ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ വന്നു എന്ന സംശയം ആദ്യം പോലീസിനുണ്ടാകുന്നു. ആ സംശയമാണ് പോലീസ് 2-ാം ഘട്ടത്തിൽ അത് ഒരു സംശയ ദൂരീകരണത്തിന്റെ ഭാഗമായി അത് പരിഹരിക്കാനായി എറണാകുളം പോലീസിനെ ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് ആ കഥ പോലീസിന് മുമ്പാകെ എത്തുന്നത്. ഫോൺ എവിടെ നിന്ന് കിട്ടി, ആ ഫോൺ കിട്ടാനിടയ സാഹചര്യം, ഈ കഥയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇതിന് മുമ്പ് ആരൊക്കെയുമായി ആ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അത് അവസാനം വന്ന 7:40 വന്ന 6-ാം തീയതി രാത്രി 7:40 വന്ന ഫോൺ കോൾ, അത് ഈ വീട്ടിലെ ജയചന്ദ്രന്റെ ഫോൺ കോൾ ആണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. എന്തിനു വിളിച്ചു എന്ന ചോദ്യത്തിൽ സ്വാഭാവികമായി ഞങ്ങൾ കണ്ടുമുട്ടി, അങ്ങനെ വിളിച്ചതാണ് എന്നത് മാത്രം പോലീസ് ഒതുങ്ങുകയാണ് ചെയ്തത്. പോലീസിന് മുമ്പാകെ ഈ മൊഴി നൽകിയിരുന്നു. പോലീസ് പിന്നീട് ജയചന്ദ്രനെ വിട്ടയച്ചു. പക്ഷേ വിട്ടയച്ച ജയചന്ദ്രൻ പിന്നീട് ഈ വീട്ടിലേക്ക് എത്തിയില്ല. ഞായറാഴ്ച അടക്കം കടലിൽ പണിക്ക് പോവുകയാണ്. ഇതിനിടയിൽ പോലീസ് പലകുറി ഈ വീട്ടിലെത്തി ഈ ഭാര്യയുമായും ഈ നാട്ടുകാരിയുമായും അടക്കം വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. ആ ശേഖരിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ജയചന്ദ്രനാണ് ഈ പ്രതിയെന്ന് ഉറപ്പിക്കുന്നത്. ഇതിനിടയിൽ ജയചന്ദ്രൻ ഈ ബോട്ടിലെ പണി കഴിഞ്ഞ് ശക്തികുളങ്ങര ഹാർബറിൽ തിരിച്ചെത്തുന്ന സമയത്താണ് കരുനാഗപ്പള്ളി പോലീസ് വളരെ സാഹസികമായി അവിടെ വെച്ച് ജയചന്ദ്രനെ പിടികൂടുന്നത്. പക്ഷേ ജയചന്ദ്രനെ പിടികൂടുന്ന ഘട്ടത്തിലും ജയചന്ദ്രൻ ഒരു കാര്യങ്ങളും പോലീസിനോട് പറയാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് സംഘം ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. എന്തായാലും ഈ ജയചന്ദ്രനെ പിടികൂടി പോലീസ് ചോദിച്ച ഘട്ടത്തിലെല്ലാം ജയചന്ദ്രൻ പോലീസിന് മുമ്പാകെ നൽകിയ മൊഴി അങ്ങനെ ഒന്നും താൻ ചെയ്തിട്ടില്ല, തനിക്കുണ്ടായത് വെറും സൗഹൃദം മാത്രമാണ്, അതിനപ്പുറമുള്ള ചില കാര്യങ്ങൾ തനിക്ക് അറിയില്ല എന്നതായിരുന്നു. പക്ഷേ അതല്ല, അങ്ങനെയല്ല, സൗഹൃദം ഉണ്ടായിരുന്നു, ഒരുമിച്ചുണ്ടായിരുന്നു, ഒരേ CDR ഈ ഫോൺ വിവരങ്ങളടക്കം ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് പോലീസ് തെളിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പിന്നീട്